അപ്പൊ തുടങ്ങല്ലേ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നാട്ടിൽ വന്ന നേരത്തെ നീക്കണ പതിവാണ്. അങ്ങനെ വീടിന്റെ മുമ്പിൽ ഇരുന്ന് ഒരു കട്ടനൊക്കെ അടിച്ച് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ നല്ല രസാ. ആഹാ അന്തസ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും നാടിന് ഓരോരോ മാറ്റങ്ങളാണ്. അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നേരെ നമ്മളെ വീട്ടിലേക്ക് വിട്ട്. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഷിയാബിന്റെ വിളി വന്നത്. അവനും ഫാമിലി ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് സാധനങ്ങളോട് വാങ്ങാൻ വേണ്ടി ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ ആസിഫിനെ കണ്ടത്. ഇവൻ നമ്മുടെ നാട്ടുകാരനും കൂട്ടുകാരനും കൂടിയാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം ഇപ്പൊ 10 വർഷം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ നല്ല വീട്ടിൽ വിട്ടു. അപ്പത്തിനും ഷിയാബും ഫാമിലി അവിടെ എത്തിക്കണം. ഇവൻ നമ്മുടെ കട്ട ചങ്കാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ പിരിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനും ഷിഫോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ചെറുതായിട്ടൊന്ന് കറങ്ങലും പിന്നെ ഡോക്ടറെ കാണലാണ് ഉദ്ദേശം. അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് ഡോക്ടറിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ചെക്കൻ മുനീറിനെ കണ്ടത്. ഞങ്ങൾ 25 കൊല്ലം മുന്നേ ഫ്രണ്ട്സ് ആയതാണ്. ആ ബന്ധം എപ്പോഴും നിലനിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഷിഫുവിനെ വീട്ടിലാക്കി ഞാൻ മെല്ലെ കൂട്ടുകാരെ തിരക്കി ഇറങ്ങി. ഇത് കുഞ്ഞുമോൻ നമ്മുടെ കട്ടയാണ് കേട്ടോ. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പം മുതലേ കൂടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് വേറൊരുത്തന്റെ വരവ്. ഇത് ഫായിസ് പ്രവാസിയാണ് കേട്ടോ. ആരോടും പറയാണ്ട് ഒന്ന് സർപ്രൈസ് ആക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ നമ്മളെ കണ്ട ആള് സർപ്രൈസ് ആയിട്ടോ. അങ്ങനെ കുറെ കഥകളും തള്ളലുകളും കഴിഞ്ഞ് അവൻ അവിടുന്ന് സ്ഥലം വിട്ട്. പിന്നെ നമ്മൾ പോണത് നേരെ ഷഫീർ സാറിനെ കാണാനാണ്. പണ്ട് നമ്മുടെ മാനേജർ ആയിരുന്നു കേട്ടോ. ഇപ്പൊ നാട്ടില് പ്രവാസമൊക്കെ നിർത്തി കൂടിയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പൊ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.